നാലാമത്തെ ഭാഗത്തിൽ നമ്മൾ കണ്ടത് ഉറങ്ങിക്കിടന്ന നന്ദിനി ഗർഭിണിയാണെന്ന് പോലും നോക്കാതെ അപർണയും ഗീതയും ചേർന്ന് അവളുടെ ദേഹത്ത് ചൂടുള്ള ഇരുമ്പ് കമ്പി ഇടാൻ നോക്കുന്നതാണ്. മറ്റു മാർഗമില്ലാതെ രക്ഷപ്പെടാൻ വേണ്ടി നന്ദിനി അപർണയെ തൊഴിച്ച് താഴെയിടുന്നു. താഴെ വീണ അപർണയുടെ കയ്യിലിരുന്ന ഇരുമ്പ് കമ്പി അപർണയുടെ ദേഹത്ത് വീണ് അവളുടെ ദേഹം പൊള്ളുകയും ചെയ്യുന്നു. ഇത് കാരണം കൊണ്ട് അപർണയ്ക്ക് നന്ദിനിയോടുള്ള ദേഷ്യം കൂടുന്നു. അടുത്ത ഗ്രാമത്തിൽ ഉത്സവം നടക്കുന്നതുകൊണ്ട് 2 ദിവസം അവിടെ തങ്ങി കച്ചവടം ചെയ്യാൻ വേണ്ടി അഞ്ജയ വീട്ടിൽ നിന്ന് പോകുന്നു. അതേസമയം പുലിയിറങ്ങിയ കാര്യവും പറഞ്ഞ് അവിടെ ഒരാൾ ചെണ്ട കൊട്ടുന്നുണ്ടായിരുന്നു. നഗരത്തിൽ നിന്ന് വന്ന സുദർശൻ ഗ്രാമത്തലവനോട് സഹായം ചോദിക്കുകയും ഗ്രാമത്തലവൻ സഹായിക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു. ഇനി തുടർന്ന് എന്ത് സംഭവിച്ചു എന്ന് ഗർഭിണിയും രണ്ടാനമ്മയും എന്ന കഥയുടെ 5ാം ഭാഗത്തിൽ നമുക്ക് കാണാം. അപർണ ഹാളിലിരുന്ന് TV കാണുകയായിരുന്നു. അപ്പോൾ ഗീത റൂമിൽ നിന്ന് എഴുന്നേറ്റ് ഹാളിലേക്ക് വരുന്നു. ഗീത ഇങ്ങനെ പറയുന്നു: അമ്മേ, ഞാൻ രാത്രി മുഴുവൻ പഠിച്ചതുകൊണ്ട് എനിക്ക് നല്ല തലവേദന എടുക്കുന്നു. അതുപോലെ എന്റെ കൈയും കാലും ഒക്കെ വേദനിക്കുന്നു. എന്റെ കൈയും കാലും ഒന്ന് തിരുമാൻ അവളോട് പറയണം. ആ, ഇത്രയേ ഉള്ളൂ, സാരമില്ല, ഞാൻ അവളോട് പറയാം, നീ പോയി റെസ്റ്റ് എടുക്ക്. അതുപോലെ അമ്മേ, നല്ല ചൂടുള്ളൊരു ചായ കൊണ്ടുവരാൻ അവളോട് പറയണേ. അങ്ങനെ പറഞ്ഞിട്ട് ഗീത അവിടെ നിന്ന് പോകുന്നു. അപർണ TVയുടെ വോളിയം കുറച്ചിട്ട് ഉച്ചത്തിൽ വിളിക്കുന്നു: എടി നന്ദിനി, ഇനി എത്ര നേരം എടുക്കും ഫുഡ് ഉണ്ടാക്കി കഴിയാൻ? വൈകുന്നേരം വരെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമോ? നീ എത്ര പേർക്ക് വേണ്ടിയാ ഉണ്ടാക്കുന്നേ? വീട്ടിലാകെ 2 പേരല്ലേ ഉള്ളൂ. അടുക്കളയിൽ പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരുന്ന നന്ദിനി ഈ ശബ്ദം കേൾക്കുന്നു. ആ, വരുവാ അമ്മായി. അങ്ങനെ പറഞ്ഞിട്ട് ചൂടുള്ളൊരു ചായ ഇട്ടിട്ട് അതുമായിട്ട് ഹാളിലേക്ക് വരുന്നു നന്ദിനി. എന്താ അമ്മായി? നീ ചായ കൊണ്ടുപോയി ഗീതയ്ക്ക് കൊടുക്ക്. അവൾക്ക് എന്തോ ക്ഷീണമാണെന്നാ പറയുന്നേ. അവളുടെ കൈക്കും കാലിനുമൊക്കെ നല്ല വേദനയാ. നീ ഇതുവരെ ചെയ്ത പണിയൊക്കെ മതി. നീ പോയിട്ട് അവളുടെ കാലൊന്നും തിരുമ്മി കൊടുക്ക്. അമ്മായി, ഇപ്പോഴത്തെ അവസ്ഥ അമ്മായിക്ക് അറിയാവുന്നതല്ലേ. ഞാൻ ഗർഭിണിയല്ലേ. ഇത്രയും നേരം അവിടെ അടുക്കളയിൽ നിന്ന് പാചകം ചെയ്തതുകൊണ്ട് കാല് വേദനിക്കുന്നു. ചെറുതായി വയറിനും വേദനയുണ്ട്. അതുപോലെ നടുവേദനയുമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ആരോടെങ്കിലും ഒന്ന് പറയാമെന്ന് വെച്ചാൽ അമ്മ ജീവനോടെ ഇല്ലല്ലോ. അച്ഛനാണെങ്കിൽ പുറത്തും പോയിരിക്കുകയാണ്. വലിയ വാചകം അടിക്കാതെ നീ പറഞ്ഞതുപോലെ തന്നെ നിന്റെ അച്ഛനെവിടെ ഇല്ലെന്നറിയാലോ. അതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ പറ്റില്ല എന്ന് പറയാതെ ചെയ്യണം. എങ്കിലേ നിനക്കെന്തെങ്കിലും തിന്നാനും കുടിക്കാനും കിട്ടും. ഇപ്പൊ പോ. നന്ദിനി ഒന്നും പറയാതെ ചൂടുള്ള ചായയും പിടിച്ച് അങ്ങനെ നിൽക്കുന്നു. ഇത് കണ്ട അപർണയ്ക്ക് ദേഷ്യം വരുന്നു. ഇപ്പൊ മനസ്സിലായി നിനക്ക് അവളുടെ കാല് തിരുമാൻ കഴിയില്ലെന്ന്. അതുപോലെ ഇത് ചൂട് ചായയാണോ അതോ തണുത്തുപോയ ചായയാണോ? ചൂടുണ്ടമ്മായി. ഇങ്ങനെ പറഞ്ഞ് അവൾ ആ ചൂട് ചായയുടെ കപ്പ് അപർണയുടെ കയ്യിൽ കൊടുക്കുന്നു. അപർണ അത് വാങ്ങുന്നു. ചായ ചൂടാണെന്നല്ലേ പറഞ്ഞത്? നോക്കാം എത്ര ചൂടുണ്ടെന്ന്. അപർണ പറയുന്നത് നന്ദിനിക്ക് മനസ്സിലാകുന്നില്ല. അവൾ അങ്ങനെ തന്നെ നോക്കി നിൽക്കുന്നു. പെട്ടെന്ന് അപർണ നന്ദിനിയുടെ കയ്യിൽ പിടിച്ചിട്ട് കൈയുടെ മുകളിലേക്ക് ചൂട് ചായ ഒഴിക്കുന്നു. വേദന സഹിക്കാൻ കഴിയാതെ നന്ദിനി കരയാൻ തുടങ്ങുന്നു. അയ്യോ അമ്മേ എന്നവൾ ഉറക്കെ കരയുന്നു. ആ കരച്ചിൽ കേട്ട് ഗീത ചാടി എഴുന്നേറ്റ് ഹാളിലേക്ക് ഓടി വരുന്നു. അപ്പോഴും അപർണ നന്ദിനിയുടെ കയ്യിലേക്ക് ചായ ഒഴിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് കണ്ട് ഗീത നന്ദിനിയുടെ വാ പൊത്തിപ്പിടിക്കുന്നു. ഇപ്പോൾ പറ, ഇനി നീ ഞാൻ പറയുന്നതിന് തറുതല പറയുമോ? എന്ത് ജോലി തന്നാലും ചെയ്യാമെന്ന് പറ. നീ ഇവിടുത്തെ വേലക്കാരിയാണെന്നും പറ. നീ ഗർഭിണിയാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയണ്ട. കപ്പിലെ ചായ തീർന്നതും അപർണ നന്ദിനിയുടെ കൈവിടുന്നു. ചായ ഒഴിച്ച ഭാഗം പൊള്ളിയത് കാരണം ചുവന്നു കിടന്നിരുന്നു. ഇപ്പോൾ ഗീത നന്ദിനിയുടെ മുഖത്തു നിന്ന് കൈയെടുക്കുന്നു. എന്തു പറ്റി അമ്മേ? ഇവൾക്ക് എന്തിനാ ഇങ്ങനെയൊരു ശിക്ഷ കൊടുത്തത്? ഈ പവതി നിന്റെ കാല് തിരുമാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ടാ ഇങ്ങനെയൊരു ശിക്ഷ കൊടുത്തത്. ഇത് കേട്ടതും ഗീതയ്ക്ക് വല്ലാത്ത ദേഷ്യം വരുന്നു. ഗീത നന്ദിനിയുടെ കവിളിൽ ആഞ്ഞടിക്കുന്നു. ഒന്നും അറിയാത്ത ആ പാവം പേടിച്ചു പോകുന്നു. നന്ദിനി അവിടെ നിന്നും ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നടന്നു കിണറിന്റെ അടുത്ത് പോയി ഇരിക്കുന്നു. ഇത് കണ്ട ഗീത ഇങ്ങനെ ചോദിക്കുന്നു: അമ്മേ, ആ കിണറിന്റെ അടുത്തോട്ടാണല്ലോ പോയത്. ഇനി അവൾ കിണറ്റിലെങ്ങാനും ചാടുമോ? അവളെങ്ങാനും ചത്താൽ പപ്പ നമ്മളെ വെറുതെ വിടില്ല. അവൾ അങ്ങനെ പെട്ടെന്ന് മരിക്കുന്ന കൂട്ടത്തിലല്ലടി ഗീതേ. നീ ടെൻഷൻ അടിക്കണ്ട. ഇങ്ങനെ പറഞ്ഞിട്ട് അവർ ഇരുന്ന് TV കാണുന്നു. ഈ സമയം പുലി ഗ്രാമത്തിലേക്ക് വരുന്നു. ശബ്ദമുണ്ടാക്കാതെ വളരെ പതുക്കെയാണ് അത് ഗ്രാമത്തിലേക്ക് വരുന്നത്. പുലി വരുന്നത് ആരും കണ്ടില്ല. കാരണം എല്ലാവരും വീടിനുള്ളിൽ കയറി ഒളിച്ചിരിക്കുകയാണ്. ഞാൻ കാട്ടിൽ നിന്ന് ഇറങ്ങി നാട്ടിൽ വന്ന കാര്യം ഇവരെല്ലാവരും അറിഞ്ഞോ? ആരെയും പുറത്ത് കാണുന്നില്ലല്ലോ.
കളിക്കുന്ന പിള്ളേരോ പുറത്തിരിക്കുന്ന പ്രായമുള്ളവരോ ആരുമില്ലല്ലോ. ഇങ്ങനെയൊക്കെ ഓർത്തുകൊണ്ട് ആ പുലി പതിയെ ഗ്രാമത്തിലൂടെ നടക്കുന്നു. ഇങ്ങനെ നടന്നു വരുന്ന പുലി സൈക്കിൾ ചവിട്ടി വരുന്ന ഒരു കൃഷിക്കാരനെ കാണുന്നു. ഒരാൾ വരുന്നുണ്ട്. തൽക്കാലം ഇവൻ മതിയാവും ഇപ്പോഴത്തെ വിശപ്പിന്. രാത്രി മറ്റെന്തെങ്കിലും നോക്കേണ്ടി വരും. അങ്ങനെ റോഡിന്റെ സൈഡിൽ തന്നെ നിൽക്കുകയാണ് പുലി. പതിയെ സൈക്കിൾ ചവിട്ടി ആ കർഷകൻ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഈ മല്ലിയുടെ വീട് ഏതാണോ എന്തോ. ഇതാരോടാ ഇപ്പോൾ ഒന്ന് ചോദിക്കാൻ ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. എല്ലാവരും എങ്ങോട്ട് പോയോ എന്തോ. അങ്ങനെ ഓർത്തുകൊണ്ട് സൈക്കിൾ ചവിട്ടി വരുന്ന കർഷകൻ റോഡിൽ നിൽക്കുന്ന പുലിയെ കാണുന്നു. തന്നെ തന്നെ നോക്കി നിൽക്കുന്ന പുലിയെ കണ്ട് പേടിച്ച ആ കർഷകൻ സൈക്കിളിന്റെ മുകളിൽ നിന്ന് താഴെ വീഴുന്നു. അത് കണ്ടതും ആ പുലി ഗർജിച്ചുകൊണ്ട് വീണ് കിടക്കുന്ന കർഷകന്റെ അടുത്തേക്ക് വരുന്നു. ആ കർഷകൻ നിലവിളിക്കുന്നു. എങ്കിലും പുലി വന്ന് അദ്ദേഹത്തിന്റെ കഴുത്ത് കടിച്ചു മുറിക്കുന്നു. കഴുത്തിൽ നിന്നും ചോരയൊഴുകുന്നു. കഴുത്തിൽ ക്യാമറയൊക്കെ ഇട്ട് സുദർശൻ അപർണയുടെ വീട്ടിലേക്ക് വരുന്നു. ഈ വീട്ടിലെങ്കിലും നല്ല സുന്ദരിയായ ഒരു പെണ്ണിനെ കാണിച്ചു തരണേ ഭഗവാനെ. എൻ്റെ വയറും വിശപ്പും നീ തന്നതാണ്. അത് ശമിപ്പിക്കാനുള്ള മാർഗവും നീ തന്നെ കാണിച്ചു തരണേ. അങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് സുദർശൻ ചുറ്റും നോക്കുന്നു. അപ്പോൾ അവൻ കിണറിനു അടുത്ത് ഇരിക്കുന്ന നന്ദിനിയെ കാണുന്നു. അവൻ നടന്ന് അവളുടെ അടുത്തേക്ക് വന്നിട്ട് അവളെ സൂക്ഷിച്ചു നോക്കുന്നു. അവളുടെ കല്യാണം കഴിഞ്ഞു എന്നും അവൾ ഗർഭിണിയാണെന്നും അവന് മനസ്സിലാകുന്നു. അത്ര അടുത്തു വന്നതുകൊണ്ട് എന്തെങ്കിലും സംസാരിക്കാമെന്നോർത്ത് സുദർശൻ നന്ദിനിയെ വിളിക്കുന്നു. സുദർശന്റെ വിളി കേട്ടതും നന്ദിനി തലയുയർത്തി അവനെ നോക്കുന്നു. കഴുത്തിൽ ക്യാമറയും തൂക്കി നിൽക്കുന്ന അവനെ കണ്ടപ്പോൾ വിഷമത്തോടെ അവൾ പറയുന്നു, താങ്കൾക്ക് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ വീടിന്റെ വാതിൽ പോയി മുട്ടു. അവിടെ എന്റെ അമ്മായിയുണ്ട്. അവർ എല്ലാം പറഞ്ഞു തരും. ദയവ് ചെയ്ത് എന്നോടൊന്നും ചോദിക്കരുത്. അവൾ അങ്ങനെ പറഞ്ഞതും സുദർശൻ ഒന്നും മിണ്ടാതെ അവിടുന്ന് നടന്ന് വീടിന്റെ മുൻപിൽ പോയി വാതിൽ മുട്ടുന്നു. അപർണ വാതിൽ തുറക്കുന്നു. കഴുത്തിൽ ക്യാമറ തൂക്കിയ സുദർശനെ അവൾ നോക്കുന്നു. അവൻ ആരാണെന്നും എന്തിനാണ് വന്നതെന്നും സുദർശൻ അവരോട് പറയുന്നു. അത് കേട്ടതും അപർണ വളരെ സന്തോഷിക്കുന്നു. വരൂ മോനെ, ഇരിക്ക്, ഞാൻ എന്റെ മോളെ വിളിക്കാം. ഇങ്ങനെ പറഞ്ഞിട്ട് അപർണ അകത്തുപോയി ഗീതയെയും കൂട്ടി വരുന്നു. സുദർശൻ ഗീതയെ കാണുന്നു. സുന്ദരിയായ ഗീതയെ കണ്ടപ്പോൾ അവളെ എങ്ങനെയും ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി നഗരത്തിലുള്ളവർക്ക് കൊടുക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. ഈ ഗ്രാമത്തിലുള്ളവർ പറഞ്ഞത് ഒന്നുമല്ല. നിങ്ങളുടെ മകൾ വളരെ സുന്ദരിയാണ്. ഞാൻ എടുക്കാൻ പോകുന്ന സിനിമയിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ മകൾ തന്നെയാണ് നായിക. എനിക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കണം. വേറെ ഡ്രസ്സ് ഇട്ട് വേണം ഫോട്ടോസ് എടുക്കാൻ. ഇത് കേട്ടതും അമ്മയും മോളും വല്ലാതെ സന്തോഷിക്കുന്നു. ഗീത അവളൊരു ഹീറോയിനായി എന്നൊക്കെ സ്വപ്നം കാണാൻ തുടങ്ങുന്നു. തന്റെ മകൾ സിനിമാ നടി ആയി കഴിയുമ്പോൾ ധാരാളം പണം കിട്ടുമല്ലോ എന്നോർത്ത് അവരുടെ മുകളിലേക്ക് കാശിന്റെ മഴ പെയ്യുന്നു എന്നൊക്കെ അപർണ സ്വപ്നം കാണുന്നു. അപ്പോൾ നന്ദിനി കിണറിനടുത്തു നിന്ന് എഴുന്നേറ്റ് വീടിനുള്ളിലേക്ക് വരുന്നു. സുദർശൻ ഇങ്ങനെ ചോദിക്കുന്നു, മാഡം, ഇത് നിങ്ങളുടെ മൂത്ത മകളാണോ? ചീച്ചി, അതെന്റെ വളർത്തുമകളാണ്. ഇവിടത്തെ വേലക്കാരിയെ പോലെയാണ്. അതൊക്കെ വിട്ടേര്, നമുക്ക് പോയിട്ട് നമ്മുടെ സിനിമയുടെ കാര്യങ്ങൾ പറയാം. ഇത് കേട്ട നന്ദിനി ഒന്നും പറയാതെ റൂമിലേക്ക് പോയി കിടന്നുറങ്ങുന്നു. മാഡം, നിങ്ങൾക്കൊരു സിനിമ ചെയ്യാൻ എത്ര രൂപ വേണം? ക്യാഷായി എത്ര വേണം? ചെക്കായിട്ട് എത്ര വേണം? ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ അവന്റെ പോക്കറ്റിൽ നിന്നും 50,000 രൂപ എടുക്കുന്നു. അപർണയുടെ നേരെ നീട്ടിയ ആ ക്യാഷ് ഒന്നും ചോദിക്കാതെ അപർണ വാങ്ങുന്നു. മോൻ ഇരിക്കി, ഞാൻ ഇപ്പൊ ചായ എടുത്തിട്ട് വരാം. ഇങ്ങനെ പറഞ്ഞിട്ട് ആ കാശും കൊണ്ട് അപർണ അടുക്കളയിലേക്ക് വരുന്നു. അടുക്കളയിൽ ചായ ഉണ്ടാക്കുന്നതിനിടയ്ക്കും അവർ ആ കാശ് എണ്ണിക്കൊണ്ടിരുന്നു. ഹാളിലെ സോഫയിലിരുന്ന് സുദർശൻ ഗീതയോട് വലിയ കാര്യമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കർഷകനെ കൊന്നതിനു ശേഷം പുലി നടന്ന് അപർണയുടെ വീടിനടുത്ത് എത്തുന്നു. അവരുടെ വീടിനടുത്ത് തന്നെ അത് നിൽക്കുന്നു. അടുക്കളയിൽ നിന്നും ചായയുമായി വന്ന അപർണ സുദർശന് ചായ കൊടുക്കുന്നു. അവൻ ചായ കുടിച്ചു കഴിഞ്ഞ് ഇങ്ങനെ പറയുന്നു, മാഡം, നിങ്ങൾ പോയി ഡ്രസ്സ് മാറ്റിയിട്ട് വാ. നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കണം. എത്ര ഫോട്ടോസ് വേണ്ടിവരും? എത്ര ഡ്രസ് വേണ്ടിവരും എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും ഡ്രസ് എടുത്ത് വെക്കാമല്ലോ. എല്ലാ ഡ്രസ്സും വേണ്ട ഗീത. ഒന്ന് സാരിയിൽ, ഒന്ന് ചുരിദാറിൽ, അതുപോലെ ഒന്നൊരു മോഡേൺ ഡ്രസ്സിലും. ഇങ്ങനെ വ്യത്യസ്തമായ ഡ്രസ്സിങ് വേണം ഫോട്ടോ എടുക്കാൻ. പ്രൊഡ്യൂസർക്ക് ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെടേണ്ടതല്ലേ? അതെ, അതുമല്ല തന്ന കാശിന് ഉതകുന്ന നല്ല ഡ്രസ്സിൽ നല്ല ഫോട്ടോസും വേണ്ടേ? അമ്മേ, അങ്ങനെയാണെങ്കിൽ അമ്മ അടുത്തുള്ള തയ്യൽക്കാരന്റെ അടുത്ത് പോയി ഒരു ബ്ലൗസ് എടുത്തിട്ട് വരാമോ? ഗീത അങ്ങനെ പറഞ്ഞതും അപർണ വീടിന് പുറത്തിറങ്ങുന്നു. തയ്യൽക്കാരന്റെ അടുത്ത് നിന്ന് ബ്ലൗസ് എടുത്തുകൊണ്ട് തിരിച്ചു വരുന്നു. അപർണ വീടിനടുത്ത് നിൽക്കുന്ന പുലിയെ കാണുന്നു.
അപർണയെ കണ്ടതും ആ പുലി അവളുടെ നേരെ ഓടി വരുന്നു. അവൾ പേടിച്ച് ഓടാൻ തുടങ്ങി. അയ്യോ, എന്നെ രക്ഷിക്കണേ, ആരെങ്കിലും എന്നെ രക്ഷിക്കണേ. അങ്ങനെ ഓടി വന്ന് അവൾ കിണറ്റിലേക്കെടുത്ത് ചാടുന്നു. അത് കണ്ട പുലി ആ കിണറിന് അടുത്തു നിന്നും മാറാതെ അവിടെ തന്നെ നിൽക്കുന്നു. ഇതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് ഗർഭിണിയും രണ്ടാനമ്മയും എന്ന കഥയുടെ 6ാമത്തെ ഭാഗത്തിൽ കാണാം.